നമസ്കാരം. പതിരും കതിരും. ആക്കിച്ചിരി, വെടലച്ചിരി, പൊട്ടിച്ചിരി, അടക്കിച്ചിരി എന്നിങ്ങനെ ചിരികൾ പല വെറൈറ്റി ഉണ്ട്. അവനവൻ്റെ സ്വഭാവവും ശീലവും അനുസരിച്ച് ഏതുതരം ചിരിയുമാകാം. പുഞ്ചിരി ഹാ കുലീനമാം കള്ളമെന്ന് വൈലോപ്പള്ളി പാടിയിട്ടുണ്ടെങ്കിലും ചില മുഖങ്ങളിൽ നിന്നും ഒരു പുഞ്ചിരി കാണാൻ നമ്മൾ കൊതിക്കും. ചില മൂശേട്ടകളുടെ മുഖത്ത് നോക്കിയാൽ ജനിച്ചപ്പോൾ തന്നെ ചിരിക്കുന്ന യന്ത്രം പണിമുടക്കിയതുപോലെ തോന്നും. ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ ജീവപ്രാണികളിൽ ചിരിക്കാനുള്ള കഴിവുള്ളത് മനുഷ്യന് മാത്രമാണ്. കഴുതകൾക്കും കുരങ്ങിനും പല്ലിളിക്കാനേ കഴിയൂ. ചിരിയുടെ സോഫ്റ്റ്വെയർ പണിമുടക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ നാട്ടിലെ CPM. അവർക്കിപ്പോൾ സഹിക്കാൻ കഴിയാത്തത് മുഖ്യമന്ത്രി VD സതീശൻ്റെ ചിരിയാണ്. ഉലക്ക വിഴുങ്ങിയ ഉദ്ദണ്ഡനെ പോലെ നടക്കുന്ന പിണറായി വിജയൻ്റെ ചിരി ഒരപൂർവമായ കാഴ്ചയായിരുന്നു. പുള്ളി ചിരിച്ചാൽ അത് കൊല്ലുന്ന ചിരിയായിരിക്കും. വരാനിരിക്കുന്ന ഏതോ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന പോലെയായിരുന്നു പിണറായി വിജയൻ്റെ ചിരികൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം. കരുണാകരൻ്റെ കുസൃതിച്ചിരിയോ നായനാരുടെ പൊട്ടിച്ചിരിയോ VSൻ്റെ അമർത്തിച്ചിരിയോ ഒന്നും പിണറായി വിജയനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു രാഷ്ട്രീയ നേതാവും ചിരിക്കുന്ന ഒരു മരപ്പാവയാകരുത്. ചിരിയുടെ വേരുകൾക്ക് ആത്മാവുണ്ടാകണം. ചിരി ഹൃദയത്തിൽ നിന്നും വരുന്നതാകണം. കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാതെ പോകുന്നത് ആ തത്വമാണ്. കഴിഞ്ഞ ദിവസം MM മണി മുതൽ R ബിന്ദു വരെ പ്രസംഗിച്ചതും ഫേസ്ബുക്കിൽ എഴുതിയതുമൊക്കെ VD സതീശൻ്റെ ചിരിയെപ്പറ്റിയാണ്. സതീശൻ നയവഞ്ചകനാണെന്നാണ് MM മണി പറയുന്നത്. ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്ന സ്വഭാവക്കാരനാണത്രേ മുഖ്യമന്ത്രി. കണ്ടാൽ സുന്ദരനാണെങ്കിലും ഉള്ളിൽ ചെകുത്താൻ്റെ സ്വഭാവമാണെന്നും മണി പറയുന്നു. എന്നാൽ പിണറായി വിജയനെ നോക്കൂ. കണ്ടാൽ അല്പം പരുക്കനും ഗൗരവക്കാരനുമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അനുഭവിച്ചറിഞ്ഞവർക്ക് ആ ഹൃദയ നൈർമല്യം അറിയൂ. കരളിൽ കനിവിൻ്റെ നിലാവുളിയാണ്. നെഞ്ചിലാണെങ്കിൽ അനുരാഗ കരിക്കിൻ വെള്ളമാണ്. വാക്കുകളാണെങ്കിൽ കൽക്കണ്ട തുണ്ടുകളാണ്. പിണറായി പോകുന്നത് കണ്ടാൽ ഒരു നന്മ വെളുത്ത മുണ്ടെടുത്ത മൂക്കിൻ്റെ തുമ്പിൽ നോക്കി നടക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ VD സതീശൻ ചിരിച്ചുകൊണ്ടങ്ങ് കഴുത്തറുക്കുകയാണ്. പുറമേക്ക് സുന്ദരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിലൊരു ചെകുത്താൻ ഒളിഞ്ഞിരിപ്പുണ്ട്. സതീശൻ്റെ ഉള്ളിലെ ചെകുത്താന് 2 കൊമ്പും ദംഷ്ട്രകളും എകിറും പല്ലും ഒക്കെയുണ്ട്. ഭരണത്തിൽ കയറിയ ദിവസം മുതൽ മനുഷ്യൻ്റെ ചോര കുടിക്കുകയാണ് സതീശൻ ചെകുത്താൻ. പാവങ്ങളെ പിടിച്ച് മടിയിലേക്ക് കിടത്തി ചിരിച്ചുകൊണ്ട് കഴുത്തങ്ങ് അറുക്കുകയാണ്. ആ രംഗമൊന്ന് കാണേണ്ടത് തന്നെ. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഈ മണി പറഞ്ഞു നടന്നത് സതീശന് വിവരമില്ല എന്നായിരുന്നു. സതീശന് മാത്രമല്ല, മണിയുടെ നോട്ടത്തിൽ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ച കോൺഗ്രസ് നേതാക്കൾക്കൊന്നും തന്നെ വിവരമില്ല. മാത്യു കുഴൽനാടന് വിവരമില്ല, സതീശന് വിവരമില്ല, വേണുഗോപാലിനില്ല. പിണറായി വിജയനെയും പാർട്ടിയെയും ശക്തമായി ആക്രമിക്കുന്ന ഒരാൾക്കും വിവരമില്ല മണിയുടെ നോട്ടത്തിൽ. മറിച്ച് മണിയോ അറിവിൻ്റെ നിറകുടമാണ് മണി. ജ്ഞാനപീഠം ഇട്ടുകൊടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഇറുന്നു വീഴാൻ പരുവമായെങ്കിലെന്താ, അറിവിൻ്റെ ജ്ഞാനപ്പഴമാണ് മണി. സതീശൻ്റെ ചിരി സഹിക്കാൻ കഴിയാത്ത ഒരാൾ നമ്മുടെ മുൻ മന്ത്രി R ബിന്ദുവാണ്. അവരും പറയുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുക എന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിക്കാണും എന്നാണ്. വിജയരാഘവൻ്റെ പാൽപുഞ്ചിരി കണ്ട് ശീലിച്ചതുകൊണ്ട് ബിന്ദുവിന് മറ്റു ചിരികളൊന്നും അത്ര പിടിക്കത്തില്ല. ഇപ്പോൾ വേറെ പൊഴുതോക്കും പണിയും ഒന്നുമില്ലാത്തത് കൊണ്ട് സതീശൻ്റെ ചിരിയിൽ കയറി പിടിച്ചിരിക്കുകയാണ് ബിന്ദുവും. ഇവരുടെ ഭരണകാലത്ത് അറക്കാൻ കഴുത്തുകളൊന്നും ബാക്കിയില്ലായിരുന്നു. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുന്നതായിരുന്നു പരിപാടി. ഈ പൂവമ്പഴം കൊണ്ട് കഴുത്ത് മുറിക്കുന്ന സ്വഭാവമെന്ന് ആദ്യമായി സാഹിത്യത്തിൽ പ്രയോഗിച്ചത് MD വാസുദേവൻ നായരാണ്. സർക്കാരിൻ്റെ കാശ് കൊണ്ട് കണ്ണാടി മേടിച്ച് മുഖത്ത് വെച്ചിട്ടാണ് ബിന്ദു ചിരിക്കുന്നത്. എന്തായാലും ചിരിച്ചുകൊണ്ട് ആരാണ് ജനങ്ങളുടെ കഴുത്തെറുക്കാൻ വന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അതിൻ്റെ ഫലമാണല്ലോ ബിന്ദു ഇപ്പോൾ കഥകളിയും അമ്മാനയാട്ടവും ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സുഖസൗകര്യങ്ങൾ കയ്യിൽ നിന്നും പോയി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും സകല അന്തങ്ങളുടെയും അടപ്പിളകിയിരിക്കുകയാണ്. അധികാരം പോയി എന്ന് മനസ്സിനെ എത്ര തവണ പറഞ്ഞു പഠിപ്പിച്ചിട്ടും കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ കമ്മികളുടെ മനസ്സ് പായുകയാണ്. അതെന്തായാലും പിണറായി വിജയന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. പോളിറ്റ് ബോറനായ ഭർത്താവ് വിജയരാഘവനും ഉന്നത വിവരദോഷ മന്ത്രിയായിരുന്ന ബിന്ദുവും മനുഷ്യരെ അങ്ങ് പുച്ഛിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. എന്തുകൊണ്ടാണ് ബിന്ദുവിൻ്റെ ചിരി കണ്ടിട്ടും കമ്മികൾ പോലും വോട്ട് ചെയ്യാതിരുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പോൾ സകല CPM നേതാക്കളും പറയുന്നത് ജനങ്ങൾ അനുഭവിക്കട്ടെ എന്നാണ്. ഞങ്ങളല്ലാതെ മറ്റാരുണ്ടാ എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നില്ലല്ലോ, അനുഭവിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ക്യാപ്സൂളുകൾ. പിണറായിയാണ് ശരിയെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞത്രേ. ഭരണം പോയി കഴിഞ്ഞാൽ ഏത് രാജാവിനെയും ശശിയെന്നേ വിളിക്കാവൂ. ഇപ്പോഴാ ഒരു അവസ്ഥയിലാണ് പിണറായി രാജാവും. വിമാനങ്ങൾ പോലും വിജയനെ വെച്ചു മറന്നിട്ട് സ്ഥലം വിടുകയാണ്.
മൂന്നാമത് വീണ്ടും ഭരിക്കാൻ കച്ചമെഴുക്കും ചമയങ്ങളും അണിഞ്ഞു വന്ന ഈ പിണറായി വിജയൻ്റെയും ശിങ്കിടികളുടെയും കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല ഏത്തവാഴകൾ വരെ തലതല്ലി ചിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി ചിരിക്കുന്നത് കണ്ട് കരച്ചിൽ വരുന്ന ഇതുപോലൊരു പാർട്ടി ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ?